ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ്. റാഗി പൊടി കൊണ്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണിത്. നല്ല പഞ്ഞി പോലാണ് അടയിരിക്കുന്നത്, കണ്ടോ അടയിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റാഗിപ്പൊടി കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത്. അതിന് 1 കപ്പ് റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര 1/2 കപ്പ് പൊടി ശർക്കരയാണ്. പൊടി ശർക്കരയുടെ പൊടിയെ ആവശ്യത്തിന് തേങ്ങ ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഈ ഫ്രൂട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടൊരു അടയാണ് ഉണ്ടാക്കുന്നത്. പഴമുണ്ട്, ഞാലിപ്പൂവൻ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ എടുത്ത് നമുക്കത് നല്ലൊരു അട ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് 1 കപ്പ് പൊടിക്ക്. ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ. ആവശ്യമായ ഉപ്പ് കൂടി ഇടാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇടാം. നെയ്യ് ഇട്ട ശേഷം നമുക്ക് ഈ റാഗിയുടെ പൊടി ഇതിലേക്ക് ഇടാം. വെള്ളത്തിലേക്ക് കുറച്ച് ഇട്ട് നമുക്ക് കുഴച്ചെടുക്കാം. റാഗിയുടെ പൊടിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണിത്. മറ്റേ അരിപ്പൊടിയെക്കാട്ടിയൊക്കെ നല്ല ഇതായിട്ടുള്ളൊരു അടയാണ്. നമുക്കൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ച് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് പഴം എടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തേങ്ങ, 1 കപ്പ് പൊടിയല്ലേ ഉള്ളൂ. ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ഒരു ശർക്കര ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് പൊടിയാണിത്. ഞാൻ 1/2 കപ്പ് മൊത്തം ഇട്ടില്ല, നോക്കിയിട്ട് നമുക്ക് ബാക്കിയിടാം. പൊടി ഇതിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നത് കൊണ്ടും ഇവിടെ ഉള്ളത് കൊണ്ടും ഒക്കെ ഇട്ടതാണ്. 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇടാം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നല്ലോണം മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഇത് മാറ്റി വെച്ചിട്ട് സ്വല്പം 2-3 മിനിറ്റ് ഒന്ന് വെക്കണം. അപ്പം നമ്മുടെ ശർക്കരയുടെ ഇതെല്ലാം ഇതിലേക്കൊന്ന് പിടിച്ച് നല്ല ഇതായിട്ട് കിട്ടും. ഇത് പിള്ളേർക്കൊക്കെ ഈ റാഗി കൊണ്ട് നല്ല തന്നെ വേറെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ മടിയല്ലേ, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും ഒന്ന്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണിത്. മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം വാട്ടി വെച്ചേക്കുവാണ്. നമുക്ക് ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞ ശേഷം പൊടിയുടെ ചൂടാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. നല്ല മയമാണ് ഇതിന് പൊടിക്ക്. നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കാം. കുഴയ്ക്കുമ്പോൾ ഒന്നും കയ്യിലൊന്നും പറ്റത്തില്ല. ഇത് കണ്ട് നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇലക്കകത്തോട്ടൊന്ന് പരത്തില്ല. ഇതുപോലെ ഇല എടുത്തിട്ടുണ്ട്. നല്ലോണം വാട്ടി കഴുകി നല്ല തുടച്ചെടുത്തേക്കുന്ന ഇലയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ സാധാരണ അട വെക്കുന്നത് പോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല അടയൊക്കെ റെസിപ്പി ഉണ്ട്. അരിപ്പൊടിയുടെയും ഗോതമ്പുടിയുടെയും ഒക്കെ ഉണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇതുപോലെ വെച്ച് കൈ ഒന്ന് നനച്ചിട്ട് ശേഷം നല്ലോണം നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങേ അറ്റം വരെ ഒന്നും പരത്തില്ല, ഇങ്ങനെ കുറച്ച് ഭാഗത്ത് പരത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരയുടെ കൂട്ടെടുത്ത് നമുക്ക് വെക്കാം. ഒരു വശത്തേക്ക് വെക്കാം. ഈ പഴമൊക്കെ ഇട്ടേക്കുന്നതാണ്, നല്ല ടേസ്റ്റാണിത്. ഞാൻ മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കിയെന്നാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളെയും കൂടെ ഒന്നുകൂടെ കാണിച്ചു തരുന്നത്. ഒരു വശത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മടക്കിയിട്ട് ഈ 4 വശം ഒന്ന് ശരിക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ ഒട്ടിക്കണം. നമുക്കിതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. 5 എണ്ണമാണ് ഞാൻ ഇതുപോലെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. നല്ലോണം 5 അടയ്ക്കുള്ള 1 കപ്പ് ഉണ്ടായിരുന്നു. ഇത് 5 എണ്ണം ഉണ്ടായിരുന്നു. വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടി. സമയം ചൂടാകുമ്പം ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേഗം 10-15 മിനിറ്റിനകം അട റെഡിയാകും. ഓരോന്നോരോന്ന് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വെച്ച് നമുക്ക് 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് നോക്കാം. ഉണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. റെഡിയായി. ഞാൻ അടുപ്പിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കേട്ടോ, നല്ല ടേസ്റ്റിയായി ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടുകൂടി തന്നെ വേണേൽ കഴിക്കാം. നല്ല മയമാണ് ഇതിന്.
അപ്പം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഇലയെല്ലാം കളഞ്ഞെടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.